ഹലോ ഗൈസ്, നമുക്കിന്ന് പപ്പിക്കുള്ള കട്ടൻ കൊണ്ടുപോയാലോ? അപ്പം നിങ്ങളായിരിക്കും പപ്പ എത്തി നിൽക്കുന്നുണ്ട്. അപ്പം റബ്ബർ വെട്ടുകയാണ്. എൻ്റെ അമ്മേ, അണച്ചു പോയി ഞാൻ. ഇത് ഡെയിലി കയറി ഇറങ്ങുന്ന പപ്പേനെ മേലേക്ക് സമ്മതിക്കണം കേട്ടോ. അമ്മയുടെ 2 റൗണ്ട് കയറും, പാലെടുക്കാനും കാട്ടൻ കാപ്പി കൊടുക്കാനൊക്കെ ആയിട്ട്. ഇന്ന് അമ്മ എനിക്ക് 8ൻ്റെ പണിയിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ പോയ സ്ഥിതിക്ക് ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. എന്നാ പിന്നെ വെറുതെ നിൽക്കണ്ട, പപ്പേനെ എന്നെ സഹായിച്ച് കളയാം എന്ന് വിചാരിച്ച് ഞാൻ ഒട്ടുപാല പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടുപാല പറിച്ച് കൊട്ടയ്ക്കകത്തിട്ട് ഞാൻ അടുത്ത മരച്ചുവട്ടിലേക്ക് പോകും. പോയ വഴിക്ക് 2 ചെല്ലും ചിരട്ടയും ഒക്കെ പറിച്ചെടുത്ത സ്ഥിതിക്ക് പപ്പ എന്നോട് പറഞ്ഞു, കൊച്ചു സഹായിക്കണ്ട, വീട്ടിൽ പൊക്കോ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ മനസ്സനുവദിച്ചില്ല. വീണ്ടും 2 ചിരട്ടയും ചില്ലുമൊക്കെ പറിച്ച് കയ്യിൽ കൊടുത്ത ശേഷം ഞാൻ താഴേക്ക് വന്നപ്പോൾ മരത്തിൽ കൂടി പാലൊഴുകുന്നു. അങ്ങനെ വീണ്ടും താഴേക്ക് വന്ന് കണ്ട കാടിനോടും പടലത്തോടും ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഞാനാണീ പോകുന്നത്. ഇത് ഞാൻ കയറി വന്നതും ഇറങ്ങിപ്പോകുന്നതുമായ സ്ഥലമാണല്ലോ എന്നോർത്ത് അന്തം എടുത്തൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ കൈ ചൂണ്ടിയെടുത്താണ് എൻ്റെ വീടിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഇനി നിങ്ങളെ പാലക്കയം പൈതൽമലയും കാണിച്ചതിനെന്ന് പറയരുത് ഗൈസ്. ആ കാണുന്നതാണ് പാലക്കയം തട്ട്. നോക്കൂ, എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഇത്ര അടുത്താണ്. അപ്പുറത്തെ മല കാണുന്നതാണ് പൈതൽമല. ഇനി നമുക്ക് വീട്ടിൽ പോകാം. നടന്ന് ഞാനങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു ലോഡ് പണി വീട്ടിലുമുണ്ട്. എൻ്റെ അമ്മേ, മടുത്തു. ആ തിണ്ണയിലൊരുത്തർ എന്നെ നോക്കി നിൽപ്പുണ്ട്. കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷ നിന്നാ, പക്ഷെ ഞാൻ കൊണ്ടുപോയില്ല. കൊണ്ടുപോയാൽ മേത്ത് നിറച്ച് കുത്തപ്പുല്ലും മണ്ണും പൊടിയും ഒക്കെ ആക്കും. അതുകൊണ്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നതിൻ്റെ പ്രതിഷേധത്തിൽ അവൻ്റെ നിപ്പ് കണ്ടല്ലേ. ഇഞ്ഞാടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ പോട്ടു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ.